നിസ്കാരത്തിൽ വസ്ത്രം മടക്കി വെക്കുന്നതിന്റെ വിധി എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമിർതു അൻ അസ്ജുദ അലാ സബ്അതി അഅ്സം, 7 അവയവങ്ങൾക്ക് മേൽ സുജൂദ് ചെയ്യാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. വഅശാറ ബിയദിഹി അലാ അൻഫിഹി, ഒന്ന് നെറ്റിയാണ്. നെറ്റി എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മൂക്കിലേക്ക് വിരൽ ചൂണ്ടി. നെറ്റിയുടെ ഭാഗമാണ് മൂക്ക് എന്ന് മനസ്സിലാക്കാം. നെറ്റിയും മൂക്കും താഴെ സ്പർശിക്കണം സുജൂദ് ചെയ്യുമ്പോൾ. വലിയദൈൻ, 2 കൈകൾ, 2 കൈപ്പത്തികൾ. വറിജ്ലൈൻ, 2 കാൽമുട്ടുകൾ. വഅത്റാഫിൽ ഖദമൈൻ, അതുപോലെ കാൽപാദങ്ങളുടെ അറ്റം. കാൽപാദങ്ങൾ, 2 കാൽപാദങ്ങൾ, 2 കാൽമുട്ടുകൾ, 2 കൈപ്പത്തികൾ. നെറ്റിയുടെ ഭാഗമാണ് മൂക്ക്. ആ ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, വലാ നക്ഫിത സിയാബ വലാ ശഅർ, വലാ നക്ഫിത സിയാബ്, വസ്ത്രം കഫ്ത് ചെയ്യുക എന്നത് നമുക്ക് പാടുള്ളതല്ല. ഈ ഹദീസിന്റെ മലയാളത്തിൽ ചിലർ നൽകിയ അർത്ഥങ്ങളിൽ വസ്ത്രം മടക്കി വെക്കുക എന്ന അർത്ഥം നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കഫ്തു സിയാബ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വസ്ത്രം കൂട്ടിപ്പിടിക്കലാണ്. ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സുജൂദിലേക്ക് പോകുന്നതിന് മുൻപ് തുണിയൊക്കെയാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ അത് കൂട്ടിപ്പിടിക്കും, എന്നിട്ടാണ് സുജൂദിലേക്ക് പോകുക. ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക എന്നതാണ് കഫ്തു സിയാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വിലക്കപ്പെട്ട ഒന്നാമത്തെ കാര്യം. അത് മക്റൂഹാണ് എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്. ചില ആളുകൾ അതിനെ ഹിക്മത്തായി പറഞ്ഞു, നിന്റെ ശരീരം മുഴുവൻ സുജൂദ് ചെയ്യുക എന്നതിനു വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയത്. ശരീരം മുഴുവൻ സുജൂദ്, അപ്പോൾ വസ്ത്രവും അതുപോലെ തന്നെ സുജൂദിൽ പോകുന്നതിന് വേണ്ടി. വസ്ത്രം ചുരുട്ടിപ്പിടിക്കാതെ അത് എങ്ങനെയാണോ ഉള്ളത് അതേ അവസ്ഥയിൽ തന്നെ അതിനെ വെക്കുക, എന്നിട്ട് സുജൂദിൽ പോകുക. വസ്ത്രം ചുരുട്ടിപ്പിടിക്കലാണ് ഈ ഹദീസിന്റെ ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമത് ചില ഉലമാക്കൾ പറഞ്ഞു, ഹദീസിന്റെ വിശദീകരണത്തിൽ ചില ആളുകൾ പറഞ്ഞു, ഒരാൾ വസ്ത്രത്തിന്റെ കുപ്പായ കൈകൾ അവ മടക്കി വെച്ചാൽ അത് ഈ പറഞ്ഞതിൽ ഉൾപ്പെടും എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. ധാരാളം പേർക്ക് അങ്ങനെ അഭിപ്രായം. നിസ്കാരത്തിൽ വസ്ത്രം മടക്കി വെച്ച് നിസ്കരിക്കരുത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അലം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അഭിപ്രായം വസ്ത്രം മടക്കി വെക്കുന്നത് ഇതിൽ പെടില്ല എന്നാണ്. പക്ഷെ ധാരാളം ഉലമാക്കൾ ഈ പറഞ്ഞതും അതിൽ ഉൾപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ നിസ്കാരത്തിന് വേണ്ടി പ്രത്യേകം കൈ മടക്കി വെക്കുന്നതാണ് മക്റൂഹ്. എന്നാൽ ഒരാൾ സാധാരണ അങ്ങനെ തന്നെ നടക്കുന്നത്, നിസ്കാരത്തിലേക്ക് അങ്ങനെ തന്നെ പ്രവേശിക്കുകയും ചെയ്തു എങ്കിൽ അത് തെറ്റുണ്ടോ? ഇല്ല എന്നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിസ്കാരത്തിൽ കൈ മടക്കി വെക്കുന്നത് വിലക്കപ്പെട്ടതാണ്, മക്റൂഹാണ്, വെറുക്കപ്പെട്ടതാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ പലരും മുണ്ടെടുത്താൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് സുജൂദിലേക്ക് പോകുക എന്നുള്ളത് അവരുടെ ശീലമാണ്. അങ്ങനെ കൂട്ടിപ്പിടിച്ച് സുജൂദിലേക്ക് പോകുന്നത് മക്റൂഹാണ്. അത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടു.